ഇന്നലെ മൂന്നാറിൽ കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർ മണിയെ ആക്രമിച്ചത് ഒറ്റയാനെന്ന് പരിക്കേറ്റ റെജീന 24 പറഞ്ഞു. കൊല്ലപ്പെട്ട മണിയെ ആന 3 തവണയാണ് ചുഴറ്റി എറിഞ്ഞത്. ഇപ്പോഴും പേടി മാറിയിട്ടില്ലെന്നും റെജീന പറയുന്നു. யானை மேலேருந்து கிளானிக்கு வரையில் ரிவர்ஸ் வரையில் வேகமாக வந்து துமிச்சங்கைட்டு ஒரே அமுக்கிருச்சு. அமுக்கிட்டு இங்கிட்டு சாய்ச்ச உடனே அந்த அன்னைக்கு கீழே விழுந்துருச்சு. நாங்கள் வண்டிக்குள்ளேயே இருந்தோம். எங்கள் வீட்டுக்காரர் அந்த 2வது அமுக்கையில் அந்த குறுக்க கம்பியோடு விழுந்துட்டார். அந்த அண்ணன் கீழே விழுந்த உடனே யானை இப்படியே தூக்கி எரிஞ்சிருச்சு. அந்த அண்ணனை 3 தடவை தூக்கி எரிஞ்சிச்சு. நாங்கள் அந்த வண்டிக்குள்ளேயே தான் இருந்தோம், நானும் பாப்பாவும். കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് വനംവകുപ്പ് ഇന്ന് ധനസഹായം കൈമാറും. രാഹുൽ വിജയൻ മൂന്നാറിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ, വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഹർത്താലും ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന വിശദാംശങ്ങൾ. എസ്കെൻ, ഈ സുരേഷ് കുമാറിന് വനംവകുപ്പിൽ നിന്ന് 5 ലക്ഷം രൂപ കൈമാറും എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട ജീവൻ 5 ലക്ഷം രൂപ കൊണ്ടൊന്നും ആകില്ല എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ പോലും ആ കുടുംബത്തിനൊരു സഹായം എന്ന നിലയ്ക്ക് ആ തുക കൈമാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സുരേഷ് കുമാറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിക്ക് മുൻപിലാണ്. അവിടെ വൈകാരികമായ രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. സുരേഷ് കുമാറിന്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 9:30യോടുകൂടി അപകടമുണ്ടാവുകയും തൽക്ഷണം തന്നെ സുരേഷ് കുമാർ മരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടും ഇവർ ഫോണിൽ സംസാരിച്ചിരുന്നതാണ്. വീട്ടിലേക്ക് വരുന്നത് കാത്ത് ഇരിക്കുകയായിരുന്നു ഈ കുടുംബം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അവരെ ഒന്നും കാണാൻ പോലും അവരുടെ മുഖത്ത് നോക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം സങ്കടം തരുന്ന കാഴ്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ 4 പേർ കാട്ടാന ആക്രമണത്തിൽ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ നാട്ടുകാരോടും ചില പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ചേട്ടാ, കാട്ടാന ആക്രമണം രൂക്ഷമായി വരുന്നു. 4 പേർ കഴിഞ്ഞ 2 മാസത്തിനിടെ കൊല്ലപ്പെടുന്നു. ഇന്നലെ സുരേഷ് കുമാറിന്റെ ജീവനും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. അതെ, ഈ പാൽരാജ് മരിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ഗുണ്ടുമല എസ്റ്റേറ്റിൽ പാൽരാജ് മരിച്ചിട്ട് 1 മാസം പോലും ആയില്ല. അന്ന് ഞങ്ങൾ റോഡ് ഉപരോധിച്ച് ഈ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തണം എന്ന് പറഞ്ഞ് നമ്മളന്ന് സമരം ചെയ്തതാണ്. അത് 1 മാസത്തിന് മുമ്പ് ഇപ്പം ഒരു ഓട്ടോ ഡ്രൈവറാണ്. എസ്റ്റേറ്റിൽ ജോലി ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഓട്ടോ ഓടിക്കാൻ വരുന്നത്. ആ വണ്ടിയിൽ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചു ജീവിച്ചിനകത്തുണ്ട്. അവരുടെ അമ്മ ഉണ്ട്, അവരുടെ അച്ഛനുണ്ട്, അവർക്ക് കൂലിപ്പണിക്കാരാ. ഇന്ന് ഇവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഇന്ന് അവിടെ മരിച്ചപ്പോൾ 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ അപ്പം തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. ഈ നിമിഷം വരെയായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 9:45 ആന ഈ വണ്ടി ചവിട്ടി മരണപ്പെട്ടതാണ്. ഈ സമയമായിട്ടും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവരുടെ വീട്ടുകാർ പ്രദേശത്ത് കാട്ടാന ശല്യം സ്ഥിരമായിട്ടുള്ളതാണ്. ഇന്നലെ രാവിലെ ഒരു ലോറിനെ ഇതേ ആന തടഞ്ഞു നിർത്തി. അത് കഴിഞ്ഞിട്ട് ഒരു ബൈക്കിന് അതേ സ്ഥലത്ത് പടയപ്പയാണെന്നാണോ നിങ്ങൾ നാട്ടുകാർ പറയുന്നത്? ഏത് ആനയായിക്കോട്ടെ, പടയപ്പയായിരുന്നു, ഏത് ആനയായിക്കോട്ടെ. ഇന്നലെ രാവിലെ ഒരു ലോറിയെ തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ബൈക്കിനെ ചവിട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു കാറിനെ ചവിട്ടി. അപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെ പോയി? ഇത് കണ്ടുകൊണ്ടില്ലേ ഈ ടൗണിനകത്തല്ലേ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുള്ളത്? ഈ ടൗണിനകത്തല്ലേ ഇരിക്കണേ. അത് ഉടനെ വന്ന് അതിനുള്ള തീരുമാനം ഉണ്ടാക്കണ്ടേ. ഇതുവരെയായിട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല. ഇന്ന് ഞങ്ങൾ ഈ ബോഡി അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പ്രഖ്യാപിക്കണം. എന്നിട്ട് വേണം ഞങ്ങൾ ഈ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന്. 5 ലക്ഷം അവിടെ മരിച്ചപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്തല്ലേ? അവിടെ മരിച്ചപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്തില്ലേ? ആ 10 ലക്ഷം രൂപയും കൊടുത്തിട്ട് ഈ അവരുടെ വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലിയും കൊടുക്കണം. എസ്കെൻ, അങ്ങനെ തന്നെയാണ് ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി. അതായത് കാട്ടാന ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നിട്ടും ഇന്നലെ പടയപ്പ എന്ന കാട്ടാന 2 സ്ഥലങ്ങളിലായി വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടതാണ്, വാർത്ത കൊടുക്കുകയും ചെയ്തതാണ്. അത്തരം സാഹചര്യം ഉണ്ടായിട്ട് പോലും വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയില്ല എന്നൊരു പരാതി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചേച്ചി, വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ട്? ഉണ്ട് സാറേ, ഞങ്ങൾക്കുണ്ട്. എപ്പോൾ അവരുടെ ഒന്നുമില്ല, അവരുടെ സപ്പോർട്ട് ഒന്നുമില്ല. ഈ അപകടം ഉണ്ടാകാൻ കാരണം വനം വകുപ്പ് കൃത്യസമയത്ത് അവിടെ ഈ ആന ഉണ്ട് എന്നുള്ള അറിയിപ്പ് കൊടുക്കാതിരുന്നുണ്ട്? അല്ല, അവർക്ക് ഇപ്പൊ യൂട്യൂബ് കാണുന്ന എല്ലാവരും കാണുന്നുണ്ട്. അവർ എല്ലാം ഞങ്ങൾക്ക് ഇത്തിരി പെട്ടെന്ന് നമ്മൾക്കൊക്കെ കിട്ടിയില്ലേ, അവർക്ക് കിട്ടാതെ ഇരിക്കുവോ? അപ്പൊ കിട്ടിയിട്ട് അവരുടെ അശ്രദ്ധ കുറവാ, അവരുടെ ശ്രദ്ധ കുറവാ. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് ഞങ്ങൾ പറയുക. അതെ, വനംവകുപ്പിന് ഇത്തിരി ശ്രദ്ധ കുറവാ. തോട്ടം തൊഴിലാളികളുടെ ജീവന് വനംവകുപ്പ് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ ആന നാട്ടിലോട്ട് ഇറങ്ങി എന്നറിയുമ്പോഴത്തേനും അതിനെ വനത്തിലോട്ട് തിരിച്ചു കയറ്റാനുള്ള എന്തെങ്കിലും ശ്രമങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ മൂന്നാർ തോട്ടം മേഖലയിലുള്ള തൊഴിലാളികളുടെ ജീവന് യാതൊരു വിലയും വനംവകുപ്പ് കൽപ്പിക്കുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര സമയമായി. വനംവകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ വരികയോ എന്താ സംഭവിച്ചതെന്ന് നോക്കുകയോ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അവരുടെ നടപടി എന്താണെന്ന്.
സ്കേൻ അങ്ങനെ തന്നെയാണ്. വനം വകുപ്പിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് പ്രധാനമായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ എന്തായാലും 5 ലക്ഷം രൂപ കൊടുക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് സഹായമായിട്ട്. മാത്രമല്ല ഈ ആക്രമണം ഉണ്ടായ പ്രദേശത്ത് കാട്ടാനയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വനംവകുപ്പ് വാച്ചർമാർക്ക്. അവിടെ പ്രത്യേക RRT സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മൂന്നാറിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലും പുരോഗമിക്കുകയാണ്. വാഹനങ്ങൾ ഉൾപ്പെടെ തടയുകയും ചെയ്യുന്നുണ്ട്. ഈ മണിയുടെ മൃതദേഹം അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, രാഹുൽ വിജയനാണ് മൂന്നാറിൽ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ വനംവകുപ്പിൻ്റെ അവഗണന മൂന്നാറിൽ ഉണ്ടായി എന്നാണ് അവർ പരാതി പറയുന്നത്. കാട്ടാനാക്രമണത്തിൽ ഇന്നലെയാണ് മണി കൊല്ലപ്പെട്ടത്.